ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇപ്പം നമ്മൾ വീണ്ടും ഒരു വീക്ക്ലി റിവിഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ കൂടെ റിവിഷനും ചെയ്യണം. ചിലപ്പോൾ നമുക്ക് കവർ ചെയ്യാത്ത പല ഭാഗങ്ങളും റിവിഷനിലൂടെ ആയിരിക്കാം കവർ ചെയ്ത് പോകുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തുടക്കാം. സുപ്രീം കോടതി എന്ന് പറയുന്നത് എന്താണ്? രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് അല്ലേ സുപ്രീം കോടതി എന്ന് പറയുന്നത്. നമുക്ക് ഏത് കീഴ്ക്കോടതിയിൽ നിന്നുള്ള വിധിയിന്മേലുള്ള അപ്പീലുകൾക്ക് പോവാൻ കഴിയുന്നത് എവിടെയാണ്? സുപ്രീം കോടതിയിലാണ്. ഈ അപ്പീലുകൾ സ്വീകരിക്കുന്നതും ഏതാണ്? സുപ്രീം കോടതിയാണ്. ഇത് നീതിന്യായ വിഭാഗത്തിൽപ്പെടുന്നതാണ്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഭരണഘടനയുടെ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനാലാണ് ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത്. എന്തിനെ? നീതിന്യായത്തിനെ അല്ലേ? നീതിന്യായത്തിന് എന്താണ് അറിയപ്പെടുന്നത്? ഭരണഘടനയുടെ കാവലാൾ എന്നാണ്. പൗരന്മാരുടെ അവകാശവും സംരക്ഷിക്കുന്നുണ്ട്, അതുപോലെ ഭരണഘടനയുടെ മൂല്യങ്ങളും സംരക്ഷിക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഒരു ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതികൾ എന്നിങ്ങനെയാണ് കോടതികളുടെ ഘടന വരുന്നത്. എങ്ങനെയാണ്? സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതികൾ എന്നിങ്ങനെയാണ് ഈ കോടതികളുടെ ഘടന വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ്. എന്നാണ് നിലവിൽ വന്നത്? 1950 ജനുവരി 28-നാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്. എന്നാണ്? 1950 ജനുവരി 28-നാണ്. സുപ്രീം കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 65 വയസ്സാണ്. ജഡ്ജിയുടെ കാലാവധി എത്രയാണ്? 65 വയസ്സാണ്. ഈ ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് കാലാവധിക്ക് മുൻപായി ഇംപീച്ച്മെന്റിലൂടെ നീക്കം ചെയ്യുന്നത്. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിന് എന്താ പറയുന്നത്? അതായത് റിട്ടയർ ആയി പോകുന്നതിന് മുമ്പ് അവനെ നീക്കം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയുക. ആ ഇംപീച്ച്മെന്റിനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? പാർലമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അതുപോലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുൻപിലാണ്? രാഷ്ട്രപതിയുടെ മുൻപിലാണ് അല്ലെ? അവര് രാജി സമർപ്പിക്കേണ്ടതും ആർക്കാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. അപ്പോൾ 1950 ജനുവരി 28-നാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്. ഏറ്റവും പരമോന്നത കോടതിയാണ്. 65 വയസ്സ് വരെയാണ് ജഡ്ജിമാരുടെ കാലാവധി എന്ന് പറയുന്നത്. അവരെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള അധികാരമുള്ള ആരിലാണ് നിക്ഷിപ്തം? നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തം എന്ന് ചോദിച്ചാൽ പാർലമെന്റിലാണ്. അവര് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ്? രാഷ്ട്രപതിയുടെ മുമ്പിലാണ്. രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ് രാജി സമർപ്പിക്കേണ്ടതും. ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകരായും നിലകൊള്ളുന്ന സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? സുപ്രീം കോടതി എന്ന് പറയുന്നത്. അപ്പൊ ആ സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. സുപ്രീം കോടതിക്ക് എന്തൊക്കെ അധികാരങ്ങളാണുള്ളത്? ഒന്ന്, യാഥാർത്ഥ അധികാര പരിധി എന്ന് പറയും, ഉത്ഭവാധികാരം എന്ന് പറയും. 2, അപ്പീൽ അധികാരം. 3, ഉപദേശക അധികാരം. 4, റിട്ട് അധികാരം. 5, പുനരാവലോകന അധികാരം. അതിൽ സുപ്രീം കോടതിയുടെ യാഥാർത്ഥ അധികാരം, ഒറിജിനൽ അധികാരത്തിൽ വരുന്നത് എന്താണ്? ഒരു ഫെഡറൽ കോടതി എന്ന നിലയിൽ ഇന്ത്യൻ ഫെഡറേഷന്റെ വിവിധ യൂണിയനുകൾ തമ്മിലുള്ള തർക്കങ്ങൾ സുപ്രീം കോടതിയാണ് തീരുമാനിക്കുന്നത്. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളാണ് ഈ ഉത്ഭവാധികാരം എന്നതിൽ പെടുന്നത്. കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ തീർപ്പ് കൽപ്പിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തെ കുറിച്ചിട്ടാണ് ഈ ഉത്ഭവാധികാരത്തിൽ പറയുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളോ ഒരു വശത്തും ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങൾ മറ്റൊരു വശത്തോ വരിക, അങ്ങനെയുള്ള എല്ലാത്തിലും വിധി കൽപ്പിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. ഇനി സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തിന് എന്താണ്? മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയോ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് റിട്ട് അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ റിട്ട് അധികാരങ്ങൾ ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, ക്യോവാറന്റോ, സെർഷ്യോറാറി എന്നീ 5 റിട്ടുകളാണുള്ളത്. റിട്ടുകളുടെ പേരൊക്കെ നമുക്ക് മനപ്പാടെ എത്താല്ലേ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, ക്യോവാറന്റോ, സെർഷ്യോറാറി എന്നീ 5 റിട്ടുകളാണുള്ളത്. എന്നാൽ മൗലികാവകാശങ്ങളുടെ കാര്യത്തിലാണ് നമ്മൾ ഈ റിട്ട് അധികാരം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ എന്തുണ്ട്? സുപ്രീം കോടതിക്ക് മാത്രമല്ല അധികാരമുള്ളത്, വേറൊരു കോടതിക്കും കൂടി ഉണ്ട്. ആർക്കാണുള്ളത്? ഹൈക്കോടതിക്കും ഉണ്ട്. ഈ സുപ്രീം കോടതി, ഹൈക്കോടതി കഴിഞ്ഞാൽ വേറൊരു കോടതിക്കും എന്തില്ല? റിട്ട് അധികാരം ഇല്ല. ഇനി സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരം. സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരം എന്ന് പറയുന്നത് എങ്ങനെ വരുന്നതാണ്?
നമ്മൾ ഫസ്റ്റേ പറഞ്ഞു ഏറ്റവും വലിയ കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അപ്പൊ നമുക്ക് താഴത്തെ കോടതികളുടെ വിധിയുടെ മേലെ എന്തിന് പോവാൻ കഴിയും? അപ്പീലിന് പോവാൻ കഴിയും. എവിടെ? സുപ്രീം കോടതിയിൽ. അത് ഭരണഘടനാപരമായ കാര്യങ്ങളിലായാലും സിവിൽ കാര്യങ്ങളിലായാലും ക്രിമിനൽ കാര്യങ്ങളിലായാലും പ്രത്യേക അവധി വഴിയുള്ള കാര്യങ്ങളായാലും എല്ലാത്തിലും എവിടെ അപ്പീൽ പോകാൻ നമുക്ക് കഴിയും? സുപ്രീം കോടതിയിൽ. കാരണം എന്താണ്? ഏറ്റവും പരമോന്നതമായ കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്ന ഒരു അധികാരമാണ് നീതിന്യായ പുനരവലോകന അധികാരം എന്ന് പറയുന്നത്. അപ്പൊ നീതിന്യായത്തിൽ വരുന്ന ഏതാണ്? ഈ കോടതികളാണ് നീതിന്യായത്തിൽ വരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമനിർമ്മാണങ്ങളുടെയും എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. എന്നാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ അവർ പരിശോധിക്കുന്നതിൽ ആ ഭരണഘടനാ ലംഘനമാണ് എന്നത് കണ്ടെത്തിയ അവ നിയമവിരുദ്ധവുമാവും ഭരണഘടനാ വിരുദ്ധവുമാവും അത് ആ നിയമം എന്തായി പോകും? അസാധുവായി പോകുന്നതായിരിക്കും. അങ്ങനെ സുപ്രീം കോടതിക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സർക്കാരിന് അവ എന്ത് ചെയ്യാൻ കഴിയില്ല? നടപ്പിലാക്കാൻ കഴിയില്ല. അടുത്തത് 42ാം ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് അല്ലേ? 42ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് PSC എക്സാമിൽ ഇതിന് മുൻപായിട്ടും മറ്റും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയുന്ന ഭേദഗതി ഏതാണ് എന്ന് ചോദിക്കും. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നെല്ലാം അറിയുന്ന ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയേണ്ട ഒന്ന് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആമുഖത്തിൽ പുതിയ കുറച്ച് വാക്കുകൾ ചേർത്ത് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, മതേതര, അഖണ്ഡത, മതേതരം, അഖണ്ഡത എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി പ്രകാരമാണ്? ഈ 42ാം ഭേദഗതി പ്രകാരമാണ് കൂട്ടിച്ചേർത്തത്. ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടുന്നത്. രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു രാഷ്ട്രപതിയായിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് തന്നെ നമ്മൾ വേറൊന്നും കൂടി ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തെന്നാണ്? മൗലിക കടമകൾ കൂട്ടിച്ചേർത്തതും ഈ 42ാം ഭേദഗതി പ്രകാരമാണ്. അപ്പൊ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ സോരൻ സിംഗ് കമ്മിറ്റിയാണ്. അതായത് നമ്മുടെ കടമകളൊക്കെ നമ്മൾ സ്വയം വേണം ചെയ്യാൻ. അപ്പൊ സോരൻ സിംഗ് കമ്മിറ്റിയാണ് മൗലിക കടമകളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത്. അതിനു വേണ്ടി കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ്? ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗമാണ് ഭാഗം 4A എന്ന് പറയുന്നത്. 3 മൗലികാവകാശം, 4 നിർദ്ദേശക തത്വങ്ങൾ, 4A വന്നിട്ടാണ് എന്ത് വരുന്നത്? മൗലിക കടമകൾ വരുന്നത്. അനുച്ഛേദം എത്രയാണ് വരുന്നത്? അനുച്ഛേദം 51A ആണ് വരുന്നത്. നമുക്ക് 11 മൗലിക കടമകളാണ് ഉള്ളത് അല്ലെ? തുടക്കത്തിൽ എത്രയുണ്ടായിരുന്നത്? തുടക്കത്തിൽ 10 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ഭരണഘടനാ ഭേദഗതികൾ ജുഡീഷ്യൽ പരിശോധനയ്ക്ക് അതീതമാക്കിയതും ഇതേ 42ാം ഭേദഗതിയിലൂടെ തന്നെയാണ്. അതുപോലെ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായി ഉയർത്തിയതും 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെയാണ്. അതുപോലെ പുതിയ 3 നിർദ്ദേശക തത്വങ്ങൾ കൂടി അവർ കൂട്ടിച്ചേർത്തു. അതെല്ലാമാണ് തുല്യനീതി, സൗജന്യ നിയമസഹായം, അതുപോലെ വ്യവസായങ്ങളുടെ നടത്തിപ്പിലെ തൊഴിലാളികളുടെ പങ്കാളിത്തം, മൂന്നാമത് പരിസ്ഥിതി, വനം, വന്യജീവി എന്നിവയുടെ സംരക്ഷണം എന്നിവയെല്ലാം ഏതിൽ കൂട്ടിച്ചേർത്തതാണ്? 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തതാണ്. അതുപോലെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ജുഡീഷ്യൽ അവലോകനത്തിന്റെ റിട്ട് അധികാര പരിധിയുടെയും സാധ്യത വെട്ടിക്കുറച്ചതും ഇതേ 42ാം ഭേദഗതിയിലൂടെ തന്നെയാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. മൗലിക കടമകളുണ്ട്, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5 നിന്ന് 6 വർഷം ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 നിർദ്ദേശക തത്വങ്ങൾ കൂട്ടിച്ചേർത്തു. തുല്യനീതി, സൗജന്യ നിയമസഹായം, വ്യവസായങ്ങളിലെ നടത്തിപ്പിലെ തൊഴിലാളികളുടെ പങ്കാളിത്തം, പരിസ്ഥിതി, വനം, വന്യജീവി എന്നിവയുടെ സംരക്ഷണം എന്നിവയെല്ലാം കൂട്ടിച്ചേർത്തു. അതുപോലെ സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ റിട്ട് അധികാരങ്ങളുടെ പരിധി വെട്ടിക്കുറച്ചു. രാഷ്ട്രപതിയുടെ കാബിനറ്റിന് ഉപദേശം അനുസരിക്കാൻ ബാധ്യതപ്പെടുത്തിയതും ഏത് ഭേദഗതിയാണ്? 42ാം ഭേദഗതിയാണ്. ചില മാർഗനിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത
നിയമങ്ങൾ മൗലികാവകാശങ്ങളുടെ ലംഘനത്തിന്റെ പേരിൽ കോടതികൾക്ക് അസാധുവായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് കൊണ്ടുവന്നത് 42ാം ഭേദഗതിയിലാണ്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ നേരിടാനുള്ള നിയമനിർമ്മാണത്തിന് പാർലമെന്റിന് അധികാരം നൽകുകയും അത്തരം നിയമങ്ങൾക്ക് മൗലികാവകാശങ്ങളെക്കാൾ മുൻഗണന നൽകുകയും ചെയ്തതുമെല്ലാം 42ാം ഭേദഗതിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് സൗകര്യം ഒരുക്കി കൊടുത്തതും ഈ 42ാം ഭേദഗതിയിലൂടെയാണ്. ക്രമസമാധാനത്തിന്റെ ഗുരുതരമായ സാഹചര്യങ്ങൾ നേരിടാൻ ഏത് സംസ്ഥാനത്തും സായുധ സേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തിന് അധികാരം നൽകിയതും ഈ 42ാം ഭേദഗതിയിലൂടെയാണ്. പക്ഷെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താണെന്ന് പറയട്ടെ. സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് ഒരു 5 വിഷയങ്ങളെ എടുത്തിട്ട് അവര് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ആ 5 വിഷയങ്ങൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, തൂക്കവും അളവും, നീതി നിർവഹണം എന്നിവയാണ് സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. അതുകൂടാതെ ലോക്സഭാ സ്പീക്കർക്കും പ്രധാനമന്ത്രിക്കും പ്രത്യേക വിവേചനാധികാരങ്ങൾ നൽകി. അതും ഈ 42ാം ഭേദഗതിയിലാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കറക്റ്റായി പഠിച്ചു വെക്കുക. അതിലൊന്നാണ് ഈ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ 5 കാര്യങ്ങൾ. അത് കറക്റ്റായി പഠിക്കുക. വിദ്യാഭ്യാസം, വനം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, തൂക്കം, അളവ്, നീതി നിർവഹണം എന്നിവയാണ് ആ 5 വിഷയങ്ങൾ വരുന്നത്. അടുത്തത് ഇനി നമുക്ക് കേരള ഹിസ്റ്ററിയിലുള്ള എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. മാച്ച് ദ ഫോളോവിംഗ് ഒക്കെ തന്നിട്ട് കുറച്ച് വിപ്ലവങ്ങളോ കലാപങ്ങളോ യുദ്ധങ്ങളോ തരും. ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് തരും? കുറച്ച് വർഷങ്ങൾ തരൂല്ലേ. എന്നിട്ട് മാച്ച് ദ ഫോളോവിംഗ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ഡേറ്റും ഇയറും ഒരു പേപ്പറിൽ കറക്റ്റായി എഴുതി വെച്ച് കാരണം നമുക്ക് ഡെയിലിയോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ വായിക്കുമ്പോഴോ അത് നന്നായിട്ട് മനസ്സിൽ ഉറച്ചു നിൽക്കും. അപ്പൊ നമുക്ക് നോക്കാം. ആറ്റിങ്ങൽ കലാപം 1721, അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം 1741, കുണ്ടറ വിളംബരം 1809. കുണ്ടറ വിളംബരമൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിൽ ഉറച്ചു പോയ കാര്യങ്ങളായിരിക്കാം. കുണ്ടറ വിളംബരം എപ്പോഴാണ്? 1809. കുറിച്യ കലാപം 1812 കുറിച്യ കലാപം. ചാന്നാർ ലഹള 1859. ചാന്നാർ ലഹള വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. മാറുമറയ്ക്കൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. അപ്പൊ ചാന്നാർ ലഹള എന്താണ്? 1859. അപ്പോൾ മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത്. അടുത്തത് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ എപ്പോഴാണ് വന്നത്? 1891 മലയാളി മെമ്മോറിയൽ വന്നത്. അതിനുശേഷം വില്ലുവണ്ടി സമരം. വില്ലുവണ്ടി സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വില്ലുവണ്ടി സമരം 1893. അപ്പൊ അയ്യങ്കാളിയുമായി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ വില്ലുവണ്ടി സമരം 1893. ഈഴവ മെമ്മോറിയൽ 1896. അപ്പൊ മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ 1896. രണ്ടാം ഈഴവ മെമ്മോറിയൽ എപ്പോഴാണ്? 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ വന്നിട്ടുണ്ടായിരുന്നത്. പുലയ ലഹള, ഊരോട്ടമ്പലം ലഹള, 90ാം ആണ്ട് ലഹള എന്നെല്ലാം അറിയപ്പെടുന്നത് എപ്പോഴായിരുന്നു? 1915. കല്ലുമാല സമരം നടന്നതും 1915. പൗരസമത്വവാദ പ്രക്ഷോഭം 1919. മാപ്പിള ലഹള, വാഗൺ ട്രാജഡി എന്നിവ സംഭവിച്ചത് 1921. മാപ്പിള ലഹളവുമായി ബന്ധപ്പെട്ടാണ് വാഗൺ ട്രാജഡി സംഭവിച്ചത് അല്ലെ. 1921. വൈക്കം സത്യാഗ്രഹം 1924. നിയമലംഘന പ്രസ്ഥാനം 1930. ഗുരുവായൂർ സത്യാഗ്രഹം 1931. നിവർത്തന പ്രക്ഷോഭം 1932. ക്ഷേത്രപ്രവേശന വിളംബരം എപ്പോഴാണ്? 1936. കയ്യൂർ സമരം 1941. പുന്നപ്ര വയലാർ സമരം 1946. വിമോചന സമരം നടന്നത് 1959. ഇതാണ് കേരളവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കലാപങ്ങളും മറ്റും സംഘടനകളും കലാപങ്ങളും അതുപോലെ വർഷങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് കുറച്ച് ലോഹങ്ങളുടെ പ്രത്യേകതകൾ നോക്കാം. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? ടങ്സ്റ്റൺ ആണ്. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ടങ്സ്റ്റൺ ആണ്. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം എന്ന് പറയുന്നത്
മെർക്കുറിയാണ്. ഉയർന്ന ദ്രവണാങ്കം ടങ്സ്റ്റൺ, താഴ്ന്നത് മെർക്കുറി. ഏറ്റവും ഉയർന്ന തിളനിലയുള്ള ലോഹം ഏതാണ്? റീനിയമാണ് ഏറ്റവും ഉയർന്ന തിളനിലയുള്ള ലോഹം. താഴ്ന്ന തിളനിലയുള്ള ലോഹം ഏതാണ്? മെർക്കുറി. ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള ലോഹം മെർക്കുറിയാണ്. ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ള ലോഹങ്ങളാണ് ഓസ്മിയവും ഇറീഡിയവും. ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ള ലോഹം ഏതാണ്? ലിഥിയം ആണ് ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ള ലോഹം എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ലോഹമാണ് അസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? അസ്റ്റാറ്റിൻ ആണ്. ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ള ലോഹം ലിഥിയം. ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ള ലോഹങ്ങൾ ഓസ്മിയവും ഇറീഡിയവുമാണ്. ഏറ്റവും ഉയർന്ന തിളനിലയുള്ള ലോഹം റെനിയമാണ്. ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള ലോഹം മെർക്കുറിയാണ്. ഉയർന്ന ദ്രവണാങ്കമുള്ളത് ടങ്സ്റ്റണും താഴ്ന്ന ദ്രവണാങ്കമുള്ളത് മെർക്കുറിയുമാണ്. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് മെർക്കുറി. ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രോമിൻ ആണ്. ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബ്രോമിൻ ആണ്. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇറീഡിയം ആണ് മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത്. ദ്രവിക്കലിനെ നന്നായി പ്രതിരോധിക്കുന്ന ലോഹമാണ് ഇറീഡിയം എന്ന് പറയുന്നത്. ഇനി ദോലനം. എന്താണ് ദോലനം എന്ന് പറയുന്നത്? നമുക്കറിയാലോ, ദോലനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഊഞ്ഞാൽ ആടുന്നതാണ് നമുക്ക് ഫസ്റ്റ് ഓർമ്മയിൽ വരിക. അതന്നെയാണ് ദോലനം. ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം എന്നറിയപ്പെടുന്നത്. എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടേക്ക് തിരിച്ചെത്തുകയാണ് ആ വസ്തു ചെയ്യുന്നത്. ഒരു ദോലനത്തിന് ആവശ്യമായ സമയമാണ് പീരിയഡ് എന്ന് പറയുന്നത്. ദോലനത്തിന് ആവശ്യമായ സമയത്തെ പറയുന്ന പേരെന്താണ്? പീരിയഡ് എന്നാണ്. ആ പീരിയഡ് അളക്കാനുള്ള യൂണിറ്റ് ഏതാണ്? സെക്കൻഡ് ആണ്. പീരിയഡ് അളക്കാനുള്ള യൂണിറ്റ് ആണ് സെക്കൻഡ്. ഒരു സെക്കൻഡ് ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുന്നത്. ആ ആവൃത്തിയുടെ SI യൂണിറ്റ് ഹെർട്സ് ആണ്. അപ്പൊ ദോലനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഊഞ്ഞാലെ ഓർക്കുക, ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അതേ സ്ഥലത്തേക്ക് അത് തിരിച്ചു വരും. കൃത്യമായ ഇടവേളകളിൽ തിരിച്ചു വരുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ദോലനം എന്ന് പറയുന്നത്. ഒരു ദോലനത്തിനുള്ള ആവശ്യമായ സമയമാണ് പീരീഡ് എന്ന് പറയുന്നത്. അത് അളക്കാനുള്ള യൂണിറ്റ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണത്തെയാണ് ആവൃത്തി എന്ന് പറയാ. ആവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ഹെർട്സ് ആണ് ആവൃത്തിയുടെ SI യൂണിറ്റ്. ഇനി തരംഗങ്ങളിൽ നോക്കാം. ഇത് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ നീട്ടി വലിച്ച ക്ലാസ് പറയത്തില്ല. അത് ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങൾ ഏതൊക്കെയാണ്? പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ്. അവയ്ക്ക് ഉദാഹരണങ്ങളാണ് സീസ്മിക് തരംഗങ്ങളും ശബ്ദ തരംഗങ്ങളും എന്ന് പറയുന്നത്. അതായത് പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളെ യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയും. എങ്ങനെയാണ്? പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങള് യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയും. അതുപോലെ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമല്ലാത്ത തരംഗങ്ങൾ എന്താണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്ന് ചോദിച്ചാൽ, പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ യാന്ത്രിക തരംഗങ്ങളിലും, പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ അത് വൈദ്യുത കാന്തിക തരംഗങ്ങൾക്കും വിഭാഗത്തിലുമാണ് പെടുന്നത്. അപ്പൊ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? സീസ്മിക് തരംഗവും ശബ്ദ തരംഗവുമാണ്. സീസ്മിക് തരംഗവും ശബ്ദ തരംഗവുമാണ്. അപ്പൊ നമ്മൾ ഈ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങൾ പറഞ്ഞൂലെ, അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഈ വൈദ്യുത കാന്തിക തരംഗങ്ങൾ വരുന്നത് ഏതൊക്കെയാണ്? റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ് തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ദൃശ്യപ്രകാശം, അൾട്രാ വയലറ്റ് കിരണങ്ങൾ, എക്സ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ എന്നിവയെല്ലാം എന്തിലാ വരുന്നത്? ഈ വൈദ്യുത കാന്തിക തരംഗത്തിലാണ് വരുന്നത്. വായിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് അനുദൈർഘ്യ തരംഗ രൂപത്തിലാണ്. അനുദൈർഘ്യ തരംഗ രൂപത്തിലാണ് വായിലൂടെ എന്ത് സഞ്ചരിക്കുന്നത്? തരംഗം സഞ്ചരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ അനുദൈർഘ്യ തരംഗം എന്ന് പറയുന്നത്? ഈ യാന്ത്രിക തരംഗങ്ങളെ, അതായത് ആ മാധ്യമം ആവശ്യമായ തരംഗങ്ങളെ നമ്മൾ യാന്ത്രിക തരംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ആ യാന്ത്രിക തരംഗങ്ങളെ രണ്ട് വിധത്തില് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് അനുദൈർഘ്യ തരംഗം എന്നും രണ്ടാമത്തെ അനുപ്രസ്ഥ തരംഗം എന്നും. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നത്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥം. സമാന്തരമായത് അനുദൈർഘ്യം,
ലംബമായത് അനുപ്രസ്ഥം തരംഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. വൈദ്യുതകാന്തിക തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളായിട്ടാണ് സഞ്ചരിക്കാറ്. ഈ തരംഗങ്ങളുടെ പ്രധാന സവിശേഷതയാണ് ആയതി, ആവൃത്തി, പീരീഡ്, തരംഗദൈർഘ്യം, തരംഗവേഗം എന്നിവയെല്ലാം തരംഗങ്ങളുടെ പ്രധാന സവിശേഷതയാണ്. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലത്തെയാണ് തരംഗ ദൈർഘ്യം എന്ന് പറയാം. അതായത് മാധ്യമത്തിലെ ഓരോ കണികയും ഓരോ കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമായ ഒന്നാണ് തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറയുന്നത്. തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അടുത്തത് കാര്യനിർവഹണ വിഭാഗം. ഈ കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നത് ആരൊക്കെയാണ്? നമ്മൾ നേരത്തെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു അല്ലേ, സുപ്രീം കോടതിയെ കുറിച്ച് പറഞ്ഞു. ഇനി വരുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. നീതിന്യായ വിഭാഗത്തിലാണ് സുപ്രീം കോടതി പെടുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ പറഞ്ഞു. ഇനി കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നത് ആരൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവരെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന ആരൊക്കെ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവർ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ്. നാമമാത്രമായ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. യാഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്ന ആരാണ്? പ്രധാനമന്ത്രിയും മന്ത്രിസഭയാണ്. അപ്പോൾ നാമമാത്രമായത് ആരാണ്? രാഷ്ട്രപതിയാണ്. ശരിക്കും ഭരിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി മന്ത്രിസഭയല്ലേ. അപ്പൊ അവരാണ് യാഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് അല്ലെ. നിയമങ്ങളെല്ലാം ആരുടെ പേരിലാണ് വരാറ്? പ്രധാനമന്ത്രിയുടെ പേരിലല്ലേ വരിക. അതുകൊണ്ടാണ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ് എന്ന് പറയുന്നത്. ഇനി ഈ അധികാരങ്ങളെല്ലാം നിർവഹിക്കപ്പെടുന്നത് ആരിലൂടെയാണ് എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലെ മന്ത്രിസഭയിലൂടെയാണ് ഈ അധികാരങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്? നിർവഹിക്കപ്പെടുന്നത്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ പെടുന്നത് ആരൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അടങ്ങുന്നതാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ അടങ്ങുന്നത്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ ആരൊക്കെ അടങ്ങുന്നത്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവർ അടങ്ങുന്നതാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആരായിരിക്കും? സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആരാണ്? ഉദ്യോഗസ്ഥ വൃന്ദമാണ് എന്ത് എന്നറിയപ്പെടുന്നത്? സ്ഥിരം എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അവർ സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്? കാരണം അവര് എങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്? അവര് എക്സാം എല്ലാം എഴുതിയിട്ട് അതിൻ്റെതായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അല്ലെ. അതിൻ്റെതായ യോഗ്യതയോടെയും എല്ലാം തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ പെടുന്നത്. ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ 3 വിഭാഗങ്ങളാണ് അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്ന് പറയുന്നത്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ 3 വിഭാഗങ്ങളാണ്. നാമമാത്രമായ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. യാഥാർത്ഥ എക്സിക്യൂട്ടീവ് പറയുന്നത് ആരാണ്? പ്രധാനമന്ത്രി മന്ത്രിസഭയുമാണ്. സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അപ്പോൾ അത് തെറ്റരുത്. സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്ന ഏതാണ്? ബ്യൂറോക്രസിയാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ബ്യൂറോക്രസിയെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയാൻ കാര്യം? യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് അവർ തെരഞ്ഞെടുക്കപ്പെടുന്നത്. എങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്? മത്സര പരീക്ഷകളിലൂടെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തും ലഭിക്കുന്നുണ്ട്? പരിശീലനം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ഇതിലേക്കാണോ വരുന്നത്, ഏത് വിഭാഗത്തിലേക്കാണോ വരുന്നത്, അതിൽ അവർക്ക് എന്തുണ്ടാവും? വൈദഗ്ധ്യവും ഉള്ള വ്യക്തികളാണ് ഈ ബ്യൂറോക്രസിയിൽ വരുന്നത്. അവർക്ക് എന്തും കൂടി ഉണ്ട്? ഒരു നിശ്ചിത റിട്ടയർമെന്റ് പ്രായമുണ്ട്. അത് വരെയും അവർ അവിടെ ഉണ്ടാവുകയും ചെയ്യും അല്ലേ. അതുകൊണ്ടാണ് അവരെ സ്ഥിരം കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബ്യൂറോക്രസിയെ സ്ഥിരം കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞതെന്ന് മനസ്സിലായോ? ഇന്ന് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.